ഹലോ കുട്ടീസ്, എല്ലാവർക്കും നിളാവയസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലാസ്സിൽ മാത്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. അതിൽ ആക്ടിവിറ്റി 1 എന്താ? അതിൽ ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ 8 4 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 0 2 9 8 0 2 9 8. ഈ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്താ 4 ഡിജിറ്റ്, അതായത് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം. 8 എണ്ണം ഉണ്ടാക്കണം. ഓക്കെ, അടുത്തത് ബി ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ ലാർജസ്റ്റ് ആൻഡ് സ്മാളസ്റ്റ് 4 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 0 2 9 8. 0 2 9 8 വെച്ചിട്ട് നമ്മൾ എന്താ 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കി. അതിൻ്റെ ലാർജസ്റ്റ് നമ്പർ സ്മാളസ്റ്റ് നമ്പറും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും ഏതാണ് നമുക്ക് കണ്ടെത്തണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മാളസ്റ്റ് 4 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 0 2 9 8. 0 2 9 8 വെച്ചിട്ടുള്ള സ്മാളസ്റ്റിൻ്റെയും ലാർജസ്റ്റിൻ്റെയും വ്യത്യാസം കാണണം. ഡിഫറൻസ്. ഓക്കെ, മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻസൊക്കെ? അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ 0 2 9 8 ഇതാണ് നമ്മളുടെ സംഖ്യ അല്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം. ഓക്കെ, 8 എണ്ണം മതി. 8 4 അക്ക സംഖ്യകൾ. അപ്പോൾ 2 0 8 9 2 0 8 9. അടുത്ത 2 0 9 8 2 0 9 8. അടുത്തത് 9 0 8 2 9 0 8 2. അടുത്ത 8 0 9 2 8 0 9 2. 4 എണ്ണം ആയിട്ടോ. ഇനി ബാക്കി 4 എണ്ണം കൂടി. 8 2 9 0 8 2 9 0. അടുത്ത 9 2 8 0. ഓക്കെ, 9 2 8 0. അടുത്തത് 8 0 2 9 8 0 2 9. ഓക്കെ, അടുത്തത് 9 0 2 8 9 0 2 8. അപ്പോൾ 4 അക്ക സംഖ്യകൾ 8 എണ്ണം നമ്മൾ ഉണ്ടാക്കി. ഏത് വെച്ചിട്ട് 0 2 9 8 വെച്ചിട്ട് നമ്മൾ 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കി. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് എന്താ ഗ്രേറ്റസ്റ്റ് ഏതാ സ്മാളസ്റ്റ് ഏതാന്ന് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഏതാ? 9 ആണ് ഗ്രേറ്റസ്റ്റ് അല്ലേ, സംഖ്യയായിട്ട് വരുന്നത്. 9 8 2 0. അടുത്ത സ്മാളസ്റ്റ് 2 0 8 9. 0 രണ്ടാമത് എഴുതാൻ പാടും, ഫസ്റ്റ് എഴുതാൻ പാടില്ല കേട്ടോ. ഇതിനെ നമുക്ക് മൈനസ് ചെയ്യണം, കുറയ്ക്കണം. അവിടെ ബോറോ ചെയ്യും, 10 ആവും. 10 9 പോയാൽ 1. ഇവിടെ 11 ആവും. 11 8 പോയാൽ എത്രയാ? 3. ഇവിടെ 7 ആവും. 7 0 പോയാൽ 7 തന്നെ. പിന്നെ 9 തന്നെ. 9 2 പോയാൽ 7. അപ്പോൾ 7 7 3 1 കിട്ടി നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്യാം. ഇൻ ഈച്ച് പെയർസ് ഗിവൺ ബിലോ ഫൈൻഡ് വിച്ച് ഈസ് ദ ലാർജർ ആൻഡ് ഹൗ മച്ച് മോർ ദാൻ ദ സ്മാളർ. നമുക്ക് ഈ ഓരോ പെയർസിൻ്റെ എന്താണ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഗുണിച്ചിട്ട് നമുക്ക് അതിൽ ഏതാ ലാർജസ്റ്റ് എന്നും കണ്ടെത്തണം, എത്രത്തോളം സ്മാളർ ആണെന്നും കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ക് ചെയ്തത് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. ഇതിൽ ഒരെണ്ണം മാത്രം ഞാൻ ചെയ്ത് കാണിച്ചു തരാം, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യണം. എക്സാമിന് വരുവേ. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. 23 × 8 പിന്നെ 28 ഗുണിക്കണം 3. അത് നമുക്ക് 23 ഗുണിക്കണം 8 ചെയ്യാം. 23 20 ഉണ്ട്, പിന്നെ എന്താ 3 ഉണ്ട്, ഗുണിക്കണം 8. ഓക്കെ, 20 8 കൊണ്ട് ഗുണിക്കണം, 3 8 കൊണ്ട് ഗുണിക്കണം. ഓർമ്മയില്ലേ? അപ്പോൾ എത്രയാ? 20 × 8 കൂട്ടണം 3 × 8. ഓക്കെ, അപ്പോൾ 20 ഗുണിക്കണം 8 എത്രയാ? 160 പ്ലസ് 3 ഗുണിക്കണം 8
എത്രയാ 24. അപ്പോൾ ആകെ എത്ര കിട്ടി? കുട്ടിക്ക് ഒന്ന് 184. ഓക്കെ, 184 കിട്ടി. ഇനി നമുക്ക് അടുത്തത് കണ്ടെത്തണം. 28 ഗുണിക്കണം 3 എത്രയാണെന്ന് കണ്ടെത്തണം. ഇതുപോലെ അല്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയാ? 23 ഗുണിക്കണം 8 184 കിട്ടി. ഇനി അടുത്തത് 28 എന്താ? 20 ഉണ്ട് 8 ഉണ്ട്. ഓക്കെ, 20 ഉണ്ട് 8 ഉണ്ട് ഇൻറ്റു 3. 20 3 ഗുണിക്കുക, 8 3 കൊണ്ട് ഗുണിക്കുക. 20 ഇൻറ്റു 3 പ്ലസ് 8 ഇൻറ്റു 3. 20 ഗുണിക്കണം 3 എത്ര കിട്ടി? 60 പ്ലസ് 8 ഗുണിക്കണം 3 24. അപ്പോൾ എത്ര കിട്ടി? 84. 84 കിട്ടാം. അപ്പോൾ ഫസ്റ്റ് ഇത് ചെയ്തപ്പോൾ 184 കിട്ടി. 184 കിട്ടി. ഡിഫറൻസ് കണ്ടെത്താം നമുക്ക്. ഓക്കെ, 184 കുറയ്ക്കണം 84 എത്ര കിട്ടി? 100. 100 ഡിഫറൻസ് കണ്ടെത്തി. ഇത് നമുക്ക് സിമ്പിൾ ട്രിക്കിലൂടെ എന്താ ചെയ്യാൻ പറ്റൂല്ലേ? ചെയ്യാവുന്ന സിമ്പിൾ ട്രിക്കിലൂടെ. അപ്പോൾ 23 ഗുണിക്കണം 8 28 ഗുണിക്കണം 3 ഇതല്ലേ ഉള്ളത്. അപ്പോൾ ഇതിലെന്ത് ചെയ്യും നമ്മൾ? 23-ൽ 28-ൽ എന്തുണ്ട്? 20 ഉണ്ട് അല്ലേ? 20 + 3 28 + 3 അല്ലേ നമ്മൾ ചെയ്ത്. അപ്പോൾ 20 ഉണ്ട്. ഇനി 8-ന്നും 3-ന്നും 8-ന്ന് 3 കുറയ്ക്കുക. അപ്പോൾ 5 കിട്ടി. 20 ഇൻറ്റു 5 എത്രയാ? 100. ആൻസർ കിട്ടി. ഡിഫറൻസ് എത്ര പെട്ടെന്ന് കിട്ടി? നമുക്ക് 100 കിട്ടി. പിന്നെ ഇതിൽ ഏതാ ലാർജസ്റ്റ് നമുക്ക് കണ്ടെത്താം അല്ലേ? 8 ലാർജസ്റ്റ്. അപ്പോൾ ഇതാണ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യണം. ബാക്കിയെല്ലാം ഞാൻ സിമ്പിൾ ട്രിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ ചെയ്ത പോലെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, 12 ഗുണിക്കണം 7 17 ഗുണിക്കണം 2 ചെയ്യാം. ഏതാ ലാർജസ്റ്റ്? ഏതാ? 7 ആണ് അല്ലേ? 7 ലാർജസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, അതിൻ്റെ മുമ്പേ നമുക്ക് 12-ൽ 17-ൽ 10 പോവും. ഇൻറ്റു 7-ന്ന് 2 പോയാൽ എത്രയാ? 5. 10 ഗുണിക്കണം 5 50. അപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് കിട്ടിയിട്ടാ 50 ആണ് ഡിഫറൻറ്റ്. ലാർജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഏതാ? 7 വരുന്നതാണ് ലാർജസ്റ്റ്. 12 ഗുണിക്കണം 7 ലാർജസ്റ്റ് ആയി വന്നു. ഓക്കെ, ഇതുപോലെ അടുത്തതും ചെയ്യാം. 15 ഗുണിക്കണം 9 19 ഗുണിക്കണം. ഓക്കെ, 15-ലും 19 ഉണ്ട് 10 ഉണ്ട് ഇൻറ്റു 9-ന്ന് 5 പോയ എത്രയാ? 4. അപ്പോൾ എത്ര കിട്ടി? 40. ഡിഫറൻറ്റ് എത്രയാ? 40 ആണ് ഡിഫറൻറ്റ് കേട്ടോ. ഇതിലേത് ലാർജസ്റ്റ്? 9 ആണ് ലാർജസ്റ്റ് അല്ലേ? അപ്പോൾ 15 ഗുണിക്കണം 9 ലാർജസ്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, ഇനി അടുത്തത് 16 ഗുണിക്കണം 8 18 ഗുണിക്കണം 6. എന്ത് കിട്ടി? 16-ലും 18-ലും എന്തുണ്ട്? 10 ഉണ്ട് ഇൻറ്റു 8-ന്ന് 6 പോയാൽ എത്രയാ? 2. അപ്പോൾ 10 ഗുണിക്കണം 2 20. ഇതിലേതാ ലാർജസ്റ്റ്? ഏതാ? 8 ആണ് ലാർജസ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.